Hi guys. ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആഗ്രയിലേക്ക് പോവാണ്. Yes, നമ്മൾ പോവാണ്. സോ വി ആർ ഇൻ ഗുഡ്ഗാവ് ലൊക്കേഷൻ. അപ്പോൾ ഇവിടുന്ന് ആഗ്ര ഇസ് വെരി നിയർ. Yes. ഓൾമോസ്റ്റ് ഒരു 1.5 hours ജേർണി ഉണ്ടാവുള്ളൂ. വെരി ഷോർട്ട് ട്രാവൽ എന്ന് Yes, പറയാം. yes, yes. ആൻഡ് ഇറ്റ്സ് എ വെരി ഷോർട്ട് ട്രിപ്പ്. വി ആർ ഓൺലി പ്ലാനിങ് ഫോർ സർട്ടൻ ഡേയ്സ്. Yeah. പോയിട്ട് ഒന്ന് നോർമലൈസ് ആയിട്ട് വരാം. കാരണം ഈ ടൈം ഇറ്റ്സ് എ വെരി ഗുഡ് ടൈം ടു ഗോ And ടു season ആഗ്ര. time, yes. സീസൺ ടൈമാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. Stay tuned. We will be coming back with the itinerary that we have prepared for Yes, this trip. yes. So stay tuned. Watch our videos. Till then, Bye. here are few glimpses of our Agra trip. The hotel that we have stayed in, Grand Mercure, a very good hotel, perfectly located within the city. We have everything nearby, good eateries, good restaurants. If you are planning to travel Agra, you can stay in this hotel. The first day we have covered Fatehpur Sikri and Akbar Top. This is small glimpse about Fatehpur Sikri. This shows Akbar's love towards Jodha. The next place that we have covered was Akbar Tomb. Akbar Tomb shows the technological advancement that he has used in that era. The next place that we have covered was Red Fort. The last but not the least, one of the seven wonders, Taj Mahal. Again, you should visit this place at least once in your lifetime. This place is truly amazing. Good greenery, a monument made with white marble. Next comes is some of the pics that we have taken in Taj Mahal. After this, we would have the itinerary. Hi guys! Hi guys, we are back. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? So we are back with the itinerary that we have planned for the Agra trip. This itinerary will include the travel, how did we travel, the accommodation, and the places that we have covered in Agra. So basically, ഞങ്ങൾ ഗുഡ്ഗാവ് ലൊക്കേഷനിലാണ്. We do have railway station in Gurgaon, but there is no train that directly connects Agra. Yeah, true. So hence, we had to go to Delhi in order to take the train. Yes. The next will be continued by Kanan. Yes, from Delhi, Nizamuddin railway station ആണ് നമ്മൾ we have taken the train to Agra Cant. Agra Cant ആണ് railway stationൻ്റെ പേര് in Agra. So like approximate 1.5 hours journey ആണ് from New Delhi to Agra. അവിടെ നിന്ന് നമ്മൾ ആഫ്റ്റർ ഗെറ്റിംഗ് ഡൗൺ ഇൻ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ക്യാബ് എടുത്തു ഓർ യു ക്യാൻ ടേക്ക് ഓട്ടോ എനിത്തിങ് ഇസ് പ്രിഫറൻസ് അക്കോർഡിംഗ് ടു യു ഗൈസ്. സോ ക്യാബ് എടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് പ്രീ ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോയി ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് നിയർ ബൈ ഓൺലി ഹാർഡ്ലി 20-25 മിനിറ്റ്സ് ജേർണിയാണ്. So regarding hotel stay and all, Janu will be explaining. Yes. So ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ പേരാണ് ഗ്രാൻഡ് മെർക്യൂർ. ആസ് ഹി ഹാസ് ഹൈലൈറ്റഡ് വെരി നിയർ ടു ദ റെയിൽവേ സ്റ്റേഷൻ. Yes. ഞങ്ങൾക്ക് അധികം ട്രാവൽ വേണ്ടായിരുന്നു ഫസ്റ്റ്ലി. പിന്നെ ചെക്ക് ഇൻ ടൈം അവിടുത്തെ ആഗ്രേൻ്റെ എല്ലാ ഹോട്ടൽസിൻ്റെ ചെക്ക് ഇൻ ടൈം ഇസ് ബിറ്റ് ലേറ്റ്, Yeah, വൈൽ ദ ചെക്ക് ഔട്ട് ടൈം ഇസ് ബിറ്റ് ഏർലി. early, correct. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഏർലി റീച്ചായി. ബിക്കോസ് ദ ട്രെയിൻ ദാറ്റ് വി ഹാവ് ബുക്ക് വാസ് ഗതിമാൻ മെയ്ഡ് അസ് ടു റീച്ച് വെരി ഏർലി. Yeah, അപ്പോൾ ഞങ്ങൾ ഏർലി റീച്ച് ആയതുകൊണ്ട് ഞങ്ങളുടെ ചെക്ക് ഇൻ കുറച്ച് ലേറ്റ് ആയതിനാലും ഞങ്ങൾ അവിടെ തന്നെ ബാഗേജ് വെച്ചിട്ട് വി സ്റ്റാർട്ടഡ് അവർ ഫസ്റ്റ് ജേർണി ടുവേർഡ്സ് ഫത്തേപൂർ സിക്രി. yes, സോ ദ ഹോട്ടൽ ദാറ്റ് വി ഹാവ് സ്റ്റേഡ് ഇൻ വാസ് ഗ്രാൻഡ് മെർക്യൂർ. yeah, ഗ്രാൻഡ് മെർക്യൂർ ഫത്തേഹാബാദ് റോഡിൽ തന്നെയാണ്. ഗ്രാൻഡ് മെർക്യൂർ ഞങ്ങൾ എടുക്കാനുള്ള ഫസ്റ്റ് റീസൺ ഇസ് ഇറ്റ് ഇസ് വിത്തിൻ ദ സിറ്റി, അധികം ദൂരമല്ല, ഔട്ട്സ്കേർട്സിലല്ല.
എല്ലാ eateries are nearby. Low restaurants to high-end restaurants, not high-tech, high-end restaurants are all nearby. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഈറ്ററി എവിടെ വേണമെങ്കിൽ പോയി കഴിക്കാം. Yeah. പിന്നെ അങ്ങനെ പുറത്ത് പോയി കഴിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഹോട്ടൽ ഈസ് യുവർ നെക്സ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ അതുകൊണ്ട് അതും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രിയിൽ പോയത് പിന്നെ ഞങ്ങൾ 2 മണിക്കൂർ ഫത്തേപൂർ സിക്രിയിൽ സ്പെൻഡ് ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് എ വെരി ഹ്യൂജ് സ്പേസ്, കുറേ കവർ ചെയ്യാനുണ്ട്. യു ഷുഡ് ടേക്ക് എ ഗൈഡ് ആസ് യൂഷ്വൽ. ബിക്കോസ് ഇഫ് യു ഡോണ്ട് നോ ദ ഹിസ്റ്ററി ഓഫ് കോഴ്സ് യു ഷുഡ് നോ സംതിങ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് ഗൈഡ് നല്ല ഹ്യൂജ് സ്പേസ് ആയതുകൊണ്ട് ഗൈഡ് കോസ്റ്റ് വാസ് ഓൾസോ വാസ് അറ്റ് എ ഹയർ എൻഡ്. അപ്രോക്സ് 1,800 to 2,000 ഞങ്ങൾക്ക് ഗൈഡിൻ്റെ കോസ്റ്റ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഏർലി മോർണിംഗ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരെണ്ണം കൂടി കവർ ചെയ്യാൻ പറ്റി ആ ദിവസം തന്നെ. അക്ബർ ടോമിൽ ഞങ്ങൾ എത്തിയപ്പം അത് ബിറ്റ് സണ്ണി, കാരണം ആഗ്രയിൽ എല്ലാം ക്ലൈമറ്റ് കിട്ടും, വിൻ്റർ, സണ്ണി ആസ് വെൽ ആസ് വിൻ്റർ അഗെയിൻ. അപ്പോൾ എല്ലാം കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അക്ബർ ടോമും കവർ ചെയ്തു. അക്ബർ ടോം ഇസ് ബേസിക്കലി ദ ടെക്നോളജി ദാറ്റ് അക്ബർ ഹാസ് യൂസ്ഡ് വിത്തിൻ അക്ബർ ടോം. യു വിൽ ഗെറ്റ് ടു നോ എവറിത്തിങ്. ഇറ്റ്സ് എ വെരി അമേസിങ് തിങ്. അപ്പം ഞങ്ങൾ അതും കംപ്ലീറ്റ് ചെയ്തു. ദാറ്റ് വുഡ് ടേക്ക് അപ്രോക്സ് 1 hour. പക്ഷെ കുറേ നടക്കാനുണ്ട് അക്ബർ ടോമിൽ, അതുകൊണ്ട് അത് ആ എനർജി വെച്ചിട്ട് പോവാം. പിന്നെ അതുകൊണ്ട് ഫുഡ് മുഗൾ ഫുഡാണ് അവിടെ കൂടുതലും പ്രിഫേർഡ്, ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ് അമേസിങ്. അപ്പോൾ ഞാൻ പറയുന്നത് ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റിന് പോകുന്നതിനെക്കാട്ടും നല്ലത് യു ക്യാൻ യൂസ് ധാബാസ്. യു ക്യാൻ ഹാവ് മെനി അതർ ഓപ്ഷൻസ് ഈവൻ. സോ ഇഫ് യു വുഡ് ആസ്ക് യുവർ ഡ്രൈവർ വെയർ ഇസ് ദ ഗുഡ് ഫുഡ്, ഹി വിൽ ടേക്ക് യു ടു ദാറ്റ് പ്ലേസ്. അപ്പോൾ അതും ചെയ്യാം. അപ്പം പിന്നെ ഞങ്ങൾ അതാണ് ഫസ്റ്റ് ട്രിപ്പ്. ഞങ്ങളുടെ ഫസ്റ്റ് ഡേൻ്റെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വി റീച്ച് ബാക്ക് ടു ദ ഹോട്ടൽ. അത് കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് ഡേ വി ഹാവ് കവർഡ് 2 places അഗെയിൻ, റെഡ് ഫോർട്ട് ആൻഡ് താജ്മഹൽ. ആദ്യം ഞങ്ങൾ റെഡ് ഫോർട്ടിലാണ് പോയത്. റെഡ് ഫോർട്ട് 75% കാണാൻ പറ്റുള്ളൂ. റെസ്റ്റ് 25% ഈസ് അണ്ടർ ഇന്ത്യൻ ഗവൺമെൻറ്, സോ യു ആർ നോട്ട് അലൗഡ് ടു വിസിറ്റ്. അപ്പോൾ 75% ഞങ്ങൾ കണ്ടു. നല്ലൊരു അഗെയിൻ ആൻ അമേസിങ് പിക്ചറിസ്റ്റിക് വ്യൂ എന്ന് പറഞ്ഞാൽ റെഡ് ഫോർട്ടിലാണ്, അല്ലെങ്കിൽ ആഗ്ര ഫോർട്ട് എന്നത് പറയാം. നല്ല പിക്ചറിസ്റ്റിക് വ്യൂ ആണ്. ഞങ്ങൾ അവിടെ പോയി വി സ്പെൻഡ് ടൈം ദെയർ ആൻഡ് ദെൻ അഗെയിൻ വി വെൻറ്റ് ബാക്ക് ടു താജ്മഹൽ. 7 wonders ഒരു വണ്ടറാണ് താജ്മഹൽ. അപ്പോൾ അത് കാണാൻ യെസ്, ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ്. ഇഫ് യു ആർ വിസിറ്റിംഗ് ഏർലി ഇൻ ദ മോർണിംഗ് or late in the evening, you can see the sunrise as well as sunset. Yes. Awesome view of Taj Mahal. ഞങ്ങൾ പോയത് കുറച്ച് ഇതിൻ്റെ മിഡിൽ ടൈമിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സൺസെറ്റും കാണാൻ പറ്റിയില്ല, സൺറൈസും കാണാൻ പറ്റിയില്ല. പക്ഷേ ഇഫ് യു വാണ്ടഡ് ടു ഗോ, യു ഷുഡ് ഗോ ഇൻ ദിസ് ടൈമിംഗ്. But a beautiful place. Just go visit once with your family, with friends, or you can go all alone. That's your choice, but you should go. Now coming with some suggestions, Kannan will be including it. Yes, suggestions എന്താണെങ്കിൽ നമ്മൾ ഓൾവേസ് ബുക്ക് ട്രെയിൻ ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ബൈ 11-11:30 ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആമ്പിൾ ഓഫ് ടൈം ടു എക്സ്പ്ലോർ ഇൻ ദ മോർണിംഗ് അവേഴ്സ്. ഇപ്പോൾ നമ്മൾ ഫത്തേപൂർ പോയി, അക്ബർ ടോം പോയി, ദാറ്റ് ഈസ് വെരി ഫാർ ഫ്രം ആഗ്ര. ലൈക്ക് 30-40 kilometers ഉണ്ട് ഫത്തേപൂർ മാത്രം. ഈവൻ അക്ബർ ആഗ്രയിൽ നിന്ന് 18-19 kilometers ഉണ്ട്. സോ അത് കാരണം നമുക്ക് കംഫർട്ടബിൾ ആയ ജേർണി. സോ ഈവൻ നമുക്ക് റെസ്റ്റ് എടുക്കാനും സമയം കിട്ടി. ആഫ്റ്റർ കമ്മിങ് ബാക്ക് റിലാക്സ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ഡേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. So apart from that, number second suggestions എന്താണെങ്കിൽ we guys will prefer to take guide. Yeah, we would suggest you to take the guide actually, because this is all historical places. Of course everybody will not be knowing the history of it, so we would suggest you to take the guide, but it's your own choice. ഇപ്പോൾ താജ്മഹൽ ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ ബ്യൂട്ടി കാണാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഗൈഡ് എടുക്കാം. സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി ഹിസ്റ്ററി എല്ലാം കാര്യം അറിയുമ്പോൾ യു ക്യാൻ കണക്ട് ഇറ്റ് അക്കോർഡിംഗ്ലി. അതാണ് വേറെ സെക്കൻഡ് സജഷൻ. തേർഡ് സജഷൻസ് നമ്മൾ പറയുന്നത് എന്താണെങ്കിൽ ഫ്രൈഡേസ് മേക്ക് ഷുവർ യു ഗൈസ് അവോയ്ഡ് പ്ലാനിങ് ദ ട്രിപ്പ്, ബിക്കോസ് ഫ്രൈഡേസ് നമാസ് ഉള്ള കാരണം അവിടെ യൂഷ്വലി എല്ലാം ഫ്രൈഡേസ് ലീവാണ്. സോ മേക്ക് ഷുവർ ഡോണ്ട് കം ഓർ ഡോണ്ട് ടേക്ക് ഓൺ ഫ്രൈഡേസ്. റൈറ്റ്. So these are certain suggestions. These are certain tips that we wanted to give. This is the itinerary that we have followed for this trip. Of course, we will be coming up with many more videos, many more trips, many more tours, and also the itinerary for the same. So and do not skip. And apart from that, sorry, last but not least, നമ്മൾ ഈ ഇതിന് എല്ലാം ഐറ്റിനറി അല്ല, ഐ മീൻ ടിക്കറ്റ്സിൻ്റെ ബുക്കിംഗ് യു ഗൈസ് ക്യാൻ ഡു ഫ്രം ഓൺലൈൻ. ഓൺലൈനിൽ നിങ്ങൾക്ക് താജ്മഹലിൻ്റെയും ആയാലും ഫത്തേപൂർ ആയാലും അക്ബർ ടോം ആയാലും എല്ലാം യു ക്യാൻ ഡു ഓൺലൈൻ ഇറ്റ് സെൽഫ്. So make sure you guys do it well in advance. So it will be very comfortable for you guys. Line nikanda avashyilla, you guys can go directly. Offline available under, you can do that also. So have fun,
Enjoy your life. It's just once. Yes. So we'll Bye. come with more, many more videos. Yeah. Till then, Bye. bye.